ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂട്യൂബർ ധ്രുവ് റാത്തിയുടെ ബീഫ് സ്റ്റോറി നമ്മുടെ കേരള സ്റ്റോറി 2ന്റെ പശ്ചാത്തലത്തിൽ ബോളിവുഡിൽ നടക്കുന്ന ഇസ്ലാമോഫോബിയയും മറ്റും എക്സ്പോസ് ചെയ്യുന്ന വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോയും ഇതിന്റെ ചില ഇൻസൈറ്റുകളുമാണ് നമ്മൾ ഇന്ന് തരുന്നത്. എല്ലാ ഇന്ത്യക്കാരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരാളാണ് ധ്രുവ് റാത്തി. വളരെ നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി ഒരു പക്ഷത്തോടും ചേർന്ന് നിൽക്കാതെ എന്നാൽ എല്ലാ പക്ഷത്തിന്റെയും തെറ്റുകളെ വിമർശിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ധ്രുവ് റാത്തി. ആ ധ്രുവ് റാത്തിയുടെ ഈ തീവ്ര വലതുപക്ഷ പ്രൊപ്പഗാൻഡ പൊളിച്ചെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണാം. എന്നിട്ട് ഹിന്ദുക്കൾ ബീഫ് കഴിക്കാറുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ആ ചോദ്യത്തിനും കൂടി നമുക്ക് ഉത്തരം തേടാൻ ശ്രമിക്കാം. നമുക്ക് ആ ധ്രുവ് റാത്തിയുടെ വീഡിയോ എനിക്ക് ഒന്ന് കുറച്ചൊരു കൂടുതലുള്ള സ്പീഡിൽ കേട്ടു പോകാം. കാര്യം ഫുള്ള് അതേപോലെ എടുക്കുകയാണെങ്കിൽ പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂസും മറ്റും വരും. फिल्म मार्केट में आई थी नहीं, मैं अभी वाली की बात नहीं कर रहा, मैं इससे पिछली वाली की बात कर रहा हूँ, केरला स्टोरी 2। इसमें वही घिसा पिटा नैरेटिव था, हर मुस्लिम को विलन दिखा दो और हर हिंदू लड़की को बेवकूफ भेड़ की तरह दिखाओ। लेकिन എല്ലാ ഹിന്ദു പെൺകുട്ടികളും മണ്ടന്മാരാണെന്നും എല്ലാ മുസ്ലിം ചെറുപ്പക്കാരും വില്ലന്മാരാണെന്നും കാണിക്കുന്ന ആ കേരള സ്റ്റോറിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് ധ്രുവ് റാത്തി തുടങ്ങുന്നത്. एक सीन बड़ा खास था जो बड़ा वायरल भी हुआ। फिल्म के ट्रेलर में एक हिंदू लड़की को जबरदस्ती बीफ खिलाते हुए ഈ ഹിന്ദു പെൺകുട്ടിക്ക് വളരെ നിർബന്ധമായിട്ട് ബീഫ് കഴിപ്പിക്കുന്ന രംഗം. അപ്പൊ അത് നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ബീഫും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഈ ബീഫിന്റെ രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന്റെ ചരിത്രപരമായ വസ്തുതകളാണ് ധ്രുവ് റാത്തി എടുക്കുന്നത്. खाया जाता है। इंटरेस्टिंगली कमेंट्स में भी यही डिस्कशन चल रही थी, किसी को परोटा के बिना बीफ देना क्राइम है। ये केरला स्टोरी नहीं, नॉर्थ इंडियन स्टोरी है। हमें परोटा बीफ कॉम्बो पसंद है। अब इमेजिन करो 100 हिंदू लोग एक कमरे में बैठे हैं, उनमें से कितने मांस खाते होंगे? गेस करके बताओ। 20 वेल प्यू रिसर्च सेंटर का डेटा 100 ഹിന്ദുക്കളെ എടുത്താൽ എത്ര ഹിന്ദുക്കളാണ് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത്? പ്യൂർ റിസർച്ച് പറയുന്നത് ഏകദേശം 56% ഹിന്ദുക്കൾ നോൺ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നതെന്നാണ്. എന്നിട്ട് ആ ധ്രുവ് റാത്തിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ചിലതൊക്കെ സൈഡിൽ പ്ലേ ചെയ്യാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ കമന്ററി നോക്കാം. 100 ഹിന്ദുക്കൾ ഒരു മുറിയിൽ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവരിൽ എത്ര പേർ മാംസം കഴിക്കും? പ്യൂർ റിസർച്ച് സെന്ററിന്റെ ഡേറ്റ പ്രകാരം 56% ഹിന്ദുക്കൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ് എന്നാണ്. 56%. 45% ബ്രാഹ്മണരും മാംസാഹാരം കഴിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഹിന്ദുക്കൾ വെജിറ്റേറിയൻ മാത്രമാണ് എന്ന ആശയം എവിടെ നിന്നാണ് വന്നത്? ബീഫ് ചില ഹിന്ദുക്കൾക്ക് ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയമായി മാറിയത് എങ്ങനെയാണ്? ഇതിനുള്ള ഉത്തരം നമ്മുടെ ഇതിഹാസങ്ങളിലും ചരിത്രത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് അതാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ധ്രുവ് റാത്തി പറയുകയാണ്, ഇതിഹാസങ്ങളിൽ പല വൈരുദ്ധ്യങ്ങളും കാണാം എന്ന് ധ്രുവ് റാത്തി ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. മതപരമായ കാരണങ്ങളാൽ മാംസം കഴിക്കാത്ത ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ രാജ്യത്തുണ്ട്. അത് പുരാണങ്ങൾ പ്രകാരം ശരിയുമാണ്. മഹാഭാരതത്തിലെ അനുശാസന പർവത്തിൽ മാംസം കഴിക്കുന്നത് ദോഷകരമാണോ എന്ന് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്. മാംസം കഴിക്കാത്ത രാജാവിന് സ്വർഗത്തിൽ ഇടം ലഭിക്കുമെന്നും മാംസം കഴിക്കുന്നവർ നരകത്തിൽ വേവിക്കപ്പെടുമെന്നും ഭീഷ്മർ പറയുന്നു. എന്നാൽ ഇതേ സംഭാഷണത്തിൽ തന്നെ ഭീഷ്മർ മനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വേദമന്ത്രങ്ങളാൽ ശുദ്ധീകരിച്ചതും പൂർവികർക്ക് വേണ്ടി തയ്യാറാക്കിയതുമായ മാംസം പരിശുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരേ സംഭാഷണത്തിൽ തന്നെ 2 വ്യത്യസ്ത നിലപാടുകൾ കാണാം. വ്യാസ സംഹിതയിലും മനുസ്മൃതിയിലും ഇത്തരം ധാരാളം വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനിയും ബ്രാഹ്മണരിലേക്കും ക്ഷേത്രാചാരങ്ങളിലേക്കും വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ആചാരങ്ങൾ മാറിയിട്ടുണ്ടെന്ന് നമ്മൾ കരുതിയേക്കാം. എന്നാൽ ഇന്നും മാംസാഹാരം കഴിക്കുന്നത് പല ബ്രാഹ്മണരുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഓർക്കുക, പൂണൂലിട്ടവരിൽ ഒരു വലിയ വിഭാഗം മാംസം കഴിക്കുന്നവരുണ്ട് എന്ന് പല ആൾക്കാർക്കും അറിയില്ല. കൊങ്കൺ മേഖലയിലെ സാരസ്വത് ബ്രാഹ്മണർ മത്സ്യത്തെ കടൽ പൂക്കളായി കണക്കാക്കി കഴിക്കാറുണ്ട്. ബംഗാളി ബ്രാഹ്മണർക്കും മത്സ്യം പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. അവരുടെ വിവാഹ മരണ ചടങ്ങുകളിൽ പോലും മത്സ്യം ഉപയോഗിക്കാറുണ്ട്. തമിഴ്നാട്ടിലെ മുനിയാണ്ടി സ്വാമി ക്ഷേത്രത്തിൽ ചിക്കൻ മട്ടൺ ബിരിയാണി വരപ്രസാദമായി നൽകുന്നുണ്ട്. മൃഗബലി കേവലം ഒരു ഉപമയാണ്, മെറ്റഫറാണ്, രൂപകമാണ് എന്ന് ചിലർ വാദിക്കാറുണ്ടെങ്കിലും ക്ഷേത്രത്തിലും ചരിത്രത്തിലും അത് നേരിട്ട് കാണാൻ സാധിക്കും. രാമനും പാണ്ഡവരും മത്സ്യം കഴിച്ചിരുന്നു. പാണ്ഡവരും ശ്രീരാമനും മാംസം കഴിച്ചിരുന്നു എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. 12 വർഷത്തെ വനവാസ കാലത്ത് അവർ പച്ചക്കറികൾ മാത്രമാണോ കഴിച്ചിരുന്നത്? മഹാഭാരതത്തിലെ വനപർവത്തിൽ പാണ്ഡവർ ധാരാളം മാനുകളെ വേട്ടയാടി ഭക്ഷിച്ചത് മൂലം വനത്തിൽ മാനുകളുടെ എണ്ണം കുറഞ്ഞതിനെ കുറിച്ച് യുധിഷ്ഠിരൻ ദുഃഖിക്കുന്നതായി പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിലും മാംസാഹാരം കഴിക്കുന്നതിന്റെ ഉദാഹരണങ്ങളുണ്ട്. രാമനും കൃഷ്ണനും മാംസം കഴിക്കുകയും
അതോടൊപ്പം മദ്യം പോലും ഉപയോഗിച്ചിരുന്നതായി സ്വാമി വിവേകാനന്ദൻ തന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. സീതാദേവി ഗംഗാ നദിക്ക് മാംസവും മദ്യവും അർപ്പിക്കാമെന്ന് നേർച്ച നേരുന്നതായി വാൽമീകി രാമായണത്തിൽ പറയുന്നു. മാംസം ദൈവത്തിന് സമർപ്പിക്കാതെ കഴിക്കുന്നത് പാപമാണെന്നാണ് അർജുനൻ പറയുന്നത്, അല്ലാതെ മാംസം കഴിക്കുന്നത് പാപമാണെന്നല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇത് വിചിത്രമായി തോന്നിയേക്കാം, എന്നാൽ പല ക്ഷേത്രങ്ങളിലും ഇന്നും ഇത് നടക്കാറുണ്ട്. രാമായണത്തിൽ കാട്ടുപന്നി, മാൻ തുടങ്ങിയവയുടെ മാംസത്തെക്കുറിച്ചും വറുത്ത മാംസത്തെക്കുറിച്ചും വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഹനുമാൻ സീതയെ കാണുമ്പോൾ രാമൻ മാംസമോ മദ്യമോ കഴിക്കുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതിനർത്ഥം അത് സാധാരണമായിരുന്നു എന്നാണ്. വെജിറ്റേറിയനിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിലർ ഈ വാക്കുകളെ വളച്ചൊടിക്കാറുണ്ട്. ഞാനൊരു വെജിറ്റേറിയൻ ആണ്, എന്നാൽ ഈ വീഡിയോയിലൂടെ ഇതിഹാസങ്ങളിലെ യഥാർത്ഥ വസ്തുതകൾ കാണിച്ചു തരിക മാത്രമാണ് എന്റെ ലക്ഷ്യം. ധ്രുവറത്തി പറയും ഇതേപോലെ ഞാനും ഒരു വെജിറ്റേറിയൻ ആണ്, പക്ഷേ വെജിറ്റേറിയൻ അല്ലാത്ത ഒരാളെ കൊല്ലണ്ട, പശുവിന്റെ പേരിലൊന്നും ആരെ കൊല്ലരുത്, അതൊക്കെ ഭയങ്കര ഓവറാണ്, അല്ലെങ്കിൽ ഭയങ്കര പാപമാണ് എന്ന് തിരിച്ചറിയുന്നതാണ്. അതാണ് രാജ്യദ്രോഹം എന്ന് തിരിച്ചറിയുന്നതാണ്. ഒരാൾ എന്തെങ്കിലും കഴിച്ചോ, എന്ത് കഴിച്ചു എന്നല്ല, എന്തെങ്കിലും കഴിച്ചോ എന്ന് അന്വേഷിക്കുന്നതാണ് ഭരണകൂടത്തിനും ജനങ്ങൾക്കും സമൂഹത്തിനും നല്ലത്. അല്ലാതെ എന്തെങ്കിലും കഴിച്ചു എന്ന പേരിൽ അവനെ തല്ലിക്കൊല്ലുക അല്ല. നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങൾ 100% വെജിറ്റേറിയനിസം മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ധ്രുവറാത്തി തുടരുന്നു. ബൃഹദാരണ്യക ഉപനിഷത്തിൽ കാളയുടെ മാംസം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പുരാതന ഇന്ത്യയിൽ മാംസം ഒരു സാധാരണ ഭക്ഷണമായിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. ചരക സംഹിതയിൽ പല രോഗങ്ങൾക്കും മാംസം ഒരു മരുന്നായി നിർദ്ദേശിക്കുന്നുണ്ട്. സസ്യാഹാരം ഇനിയും എപ്പോഴാണ് ജനപ്രിയമായത്? ഈ കാണുന്ന രീതിയിൽ വെജിറ്റേറിയനിസം പ്രചരിപ്പിച്ചത് ആരാണ്? വളരെ കൗതുകമാണ് ഇത്. BC 5-ാം നൂറ്റാണ്ടിൽ ജൈനമതവും ബുദ്ധമതവും സസ്യാഹാരത്തെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചു, അവരുടെ അഹിംസ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. ഇവയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയുന്നതിനായി ഹിന്ദുമതവും വെജിറ്റേറിയനിസം ഉൾക്കൊണ്ടു. പ്രധാനമായും ബ്രാഹ്മണരും വ്യാപാരികളും സസ്യാഹാരികളായി മാറി, ബനിയ സമൂഹത്തിലൊക്കെ പെട്ടവർ. ഇതൊരു സാമ്പത്തിക പദവിയായി മാറുകയും ചെയ്തു. അത് താങ്ങാൻ കഴിയുന്നവർ ശുദ്ധരായി കണക്കാക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ പ്യുവർ വെജ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. എന്നാൽ ദരിദ്രരായിരുന്ന ദളിതർ മാംസം കഴിക്കുന്നത് തുടർന്നു. ഭക്ഷണ നിയന്ത്രണം ആളുകൾക്കിടയിൽ വിഭജന രേഖകൾ സൃഷ്ടിച്ചുവെന്ന് ഡോക്ടർ അംബേദ്കർ തന്നെ, നമ്മുടെ ഭരണഘടനയുടെ പിതാവായ അംബേദ്കർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാറ്റകൾ പരിശോധിക്കാം. നമ്മുടെ ധ്രുവറത്തി പറയുന്നത്, സർക്കാർ സർവേകൾ പ്രകാരം ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും 63 മുതൽ 77% വരെ നോൺ വെജിറ്റേറിയൻ ആണ്. ആന്ത്രപ്പോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 88% ഇന്ത്യൻ സമൂഹങ്ങളും മാംസം കഴിക്കുന്നവരാണ്. പ്യൂ റിസർച്ച്, അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രമുഖ റിസർച്ചാണ്. പ്യൂ റിസർച്ച് സർവേ പ്രകാരം 44% ഹിന്ദുക്കൾ സസ്യാഹാരികൾ ആണെങ്കിൽ ജൈനരിൽ അത് 92%. ജെയിൻസിനാണ് ഈ നോൺ വെജിറ്റേറിയൻ കുറച്ച് വളരെ സ്ട്രിക്റ്റ് ആണ് അവരുടെ ഡയറ്റ്സ് ഒക്കെ. 39% ഹിന്ദുക്കൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും അവർ ചില പ്രത്യേക ദിവസങ്ങളിൽ മാസങ്ങളിലും മാംസം ഒഴിവാക്കാറുണ്ട്. ഇവിടെ ജാതിയും വലിയൊരു ഘടകമാണ്. SC ST OBC വിഭാഗങ്ങളിൽ മാംസാഹാരം കഴിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കളിൽ 70%വും SC ST പശ്ചാത്തലമുള്ളവരാണെന്ന് സർവേകൾ കാണിക്കും. ഈ ഡേറ്റകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയം കൂടുതൽ നന്നായി മനസ്സിലാക്കാം. അതാണ് ധ്രുവറാത്തിയുടെ ഗംഭീരമായ പോയിന്റ്. രാഹുൽ ഗാന്ധി മട്ടം പാചകം ചെയ്ത് ഭൂരിഭാഗം ഹിന്ദുക്കളെയും പ്രകോപിപ്പിക്കില്ലെന്ന് മട്ടം പാചകം ചെയ്തത് ഭൂരിഭാഗം ഹിന്ദുക്കളെയും പ്രകോപിപ്പിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി മോദി മട്ടനും മത്സ്യവും ഒക്കെ ഒരു വിവാദ വിഷയമാക്കി മാറ്റി. BJPയുടെ നിലപാട് കേരളത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വ്യക്തമായി കാണാം. കേരളത്തിലെ 72 സമുദായങ്ങൾ ബീഫ് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല. നോർത്ത് ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ അവർ ബീഫ് നിരോധനത്തെക്കുറിച്ച് മിണ്ടാറില്ല. ഉത്തരേന്ത്യയിലെ വോട്ടുകൾ, പ്രധാനമായി സവർണ ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ബീഫിനെ ഒരു പാപമായി ചിത്രീകരിക്കുകയും ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. ഇതിന് മതവുമായി ഒരു ബന്ധവുമില്ല. ധ്രുവറാത്തി 100% കറക്റ്റ്. അത് രാഷ്ട്രീയം മാത്രമാണ്, അത് നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം മാത്രമാണ്. ഇനി ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ. ഇവിടെ ഭൂമിശാസ്ത്രത്തിലും വലിയൊരു പങ്കുണ്ട്. തീരദേശ സംസ്ഥാനങ്ങളിൽ സസ്യാഹാരികളുടെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ 2% ഉള്ളൂ സസ്യാഹാരികൾ എന്ന കണക്കാണ്, 2 to 3%. കേരളത്തിൽ ആകെ 1% ബ്രാഹ്മണരേ ഉള്ളൂ. എല്ലാം കൂടെ ചേർത്ത് 2-3% കേരളത്തിൽ ഈ വെജിറ്റേറിയൻസ് എന്ന് പറയുന്ന വിഭാഗം കാണുകയുള്ളൂ. ഞാൻ അതിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ നോൺ വെജിറ്റേറിയൻ ആണെന്ന ആൾക്കാരെയും ബഹുമാനിക്കുന്നു. ആൾക്കാർ എന്തെങ്കിലും കഴിച്ച് ജീവിക്കട്ടെ, നമ്മൾ എന്തിനാണ് അവരുടെ ഇല്ലാതാക്കാൻ പോകുന്നത്? ഒറീസയിൽ 8%, പശ്ചിമ ബംഗാളിൽ 3%.
രാജസ്ഥാനിൽ 63%, ഹരിയാനയിൽ 62%. ഇവിടെയൊക്കെയാണ് സസ്യാഹാരികൾ കൂടുതലുള്ളത്. പശ്ചിമബംഗാളിലും ഒഡീസയിലും കേരളത്തിലുമല്ല. ഇതിനു പുറമെ ലിംഗവ്യത്യാസവും വളരെ പ്രകടമാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ സസ്യാഹാരികൾ കൂടുതലാണ്. ചുരുക്കത്തിൽ സസ്യാഹാരിയാണോ അല്ലയോ എന്നുള്ളത് വ്യക്തിപരമായ വിശ്വാസങ്ങളെക്കാൾ ഭൂമിശാസ്ത്രം, സാമ്പത്തിക സ്ഥിതി, ജാതി തുടങ്ങിയ വിഷയങ്ങളെ ആശ്രയിച്ചു കൂടിയിരിക്കുന്നു. ഹിന്ദുമതത്തിലെ അവസാനിപ്പിക്കുന്ന ധ്രുവവൃത്തി ഇങ്ങനെയാണ്: ഹിന്ദുമതത്തിലെ വൈവിധ്യം വളരെ വലുതാണ്. മൃഗങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കാനോ പരിസ്ഥിതിയെ സംരക്ഷിക്കാനോ ആരോഗ്യപരമായ കാരണങ്ങളിലോ നിങ്ങൾക്കൊരു വെജിറ്റേറിയൻ ആകാം. എന്നാൽ മാംസം കഴിച്ചാൽ നിങ്ങളുടെ മതം ഇല്ലാതാകുമെന്ന് കരുതി അങ്ങനെ ചെയ്യരുത്. അഹിംസാ സിദ്ധാന്തം മനോഹരമാണെങ്കിലും അത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും മേൽക്കോയ്മയ്ക്കും വേണ്ടിയുള്ള ഉപകരണമായി മാറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മഹാത്മാഗാന്ധി, ഇത് എന്റെ അഭിപ്രായമാണ്, മഹാത്മാഗാന്ധി അടക്കം ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അഹിംസയുടെ ഏറ്റവും വലിയ പ്രവാചകനാണ്. നമ്മൾ ബീഫ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരനോ മറ്റൊരു സഹോദരനോ കഴിച്ചോട്ടെ, നമുക്കെന്താ? ഇത്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സിനിമകളിൽ നിന്നും നിങ്ങൾക്ക് ഈ വൈവിധ്യം ഒരിക്കലും മനസ്സിലാകില്ല. ലവ് ജിഹാദ് പോലുള്ള കെട്ടുകഥകളെ കുറിച്ച് കൂടുതൽ അറിയാൻ മറ്റൊരു വീഡിയോ കാണുക തുടങ്ങിയ കാര്യങ്ങളും ധ്രുവവൃത്തി പറയും. അതാണ് അതിലെ ഇത്. മഹാത്മാഗാന്ധി വെജിറ്റേറിയൻ ആയിരുന്നു. വിവേകാനന്ദൻ പലപ്പോഴും നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്നു. എന്നാൽ ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും സമാധാനത്തിന്റെ പ്രവാചകനായ മഹാത്മാഗാന്ധി വെജിറ്റേറിയൻ ആണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഈവളായ ഹിറ്റ്ലറും വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻസിന് ഒരു കൊമ്പ് ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ചോയ്സ് അതാണെങ്കിൽ, എന്റെ ചോയ്സ് അതാണ്, അതുകൊണ്ട് ഞാൻ വെജിറ്റേറിയൻ കഴിക്കുന്നു. നിങ്ങൾക്ക് വേറൊരു ചോയ്സ് ആണെങ്കിൽ ആ ചോയ്സ് കഴിച്ചോളൂ. പക്ഷേ ഭരണകൂടവും സമൂഹവും ജനങ്ങളും എന്ത് കഴിച്ചു എന്നല്ല, നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നതാണ് അതിന്റെ സത്യം. അത് മനോഹരമായി വിവരിച്ചു തന്ന ധ്രുവവൃത്തിക്ക് അഭിനന്ദനം.